എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ നിൽക്കുന്നത് വാഴട്ടുകോണം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വാഴട്ടുകോണം കൗൺസിലർ സുഗതൻ ചേട്ടനെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചിരിക്കുകയാണ്. സത്യത്തിൽ സുഗതൻ ചേട്ടൻ ചെയ്ത തെറ്റെന്താണ്? ഇവിടുത്തെ ജനങ്ങൾക്കും പറയാനുണ്ട് അദ്ദേഹം എങ്ങനെയായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. അപ്പം ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ചേട്ടാ നമസ്കാരം. ഈ സുഗതൻ ചേട്ടന്റെ വിഷയത്തിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചത്? ചേട്ടനെ കുറിച്ചിട്ടൊന്ന്. എനിക്ക് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് സുഗതൻ എന്ന് പറഞ്ഞ നല്ലൊരു വ്യക്തിയാണ്. നമ്മുടെ ഈ സ്ഥലത്ത് നല്ലൊരു സൂര്യൻ രാഷ്ട്രീയ ഇറങ്ങിയപ്പോൾ കുറച്ച് ദിവസമാവുന്നുള്ളൂ. അതിന് മുമ്പായിട്ട് സൂര്യൻ ഇവിടെ തന്നെ ഉണ്ട്. ഇത് വാർഡ് നിൽക്കാൻ വേണ്ടിയല്ല, പുള്ളിക്കാരൻ എല്ലായിടത്തും കൂടി ഇത്ര ഒരാളാണ്. എന്തെങ്കിലും ആവശ്യമുണ്ട്, അതിലൊരു കല്യാണം ആയിരുന്നു ചടങ്ങ് പുള്ളിക്കാരൻ അറിയിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. അതാണ് പുള്ളിക്കാരോട് ജയിച്ചത്. ഇവിടെ 100 വർഷങ്ങൾ ഇവിടെ BJP ഇവിടെ ജയിച്ചു. ഈ വാർഡിൽ ജയിച്ചില്ല. ഈ വാർഡ് ഉണ്ടാകുമ്പോൾ BJP ജയിച്ചിട്ടേ ഇല്ല. പുള്ളിക്കാരനാണ് ഇവിടെ ജയിച്ചത്. പുള്ളിക്കാർ ഒരുപാട് കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ഒരാളാണ്. ഇത് മനഃപൂർവ്വം പുള്ളിക്കാരുടെ കയ്യിലെ ഒരു വരികയാണ്. ഈ അവിടെ പടക്കുമുട്ടിയിട്ടൊന്നും ഒരു ആവശ്യവുമില്ല. ഉമ്മൻചാണ്ടി കണ്ണൂർ പോയി. ഉമ്മൻചാണ്ടി ഇവിടുത്തെ മന്ത്രിയാണ്. ആ കണ്ണൂർ പോയിട്ട് ഉമ്മൻചാണ്ടി അവിടെ കാരണം അവർ അടിച്ചു. എന്താണ് മന്ത്രി അപ്പോഴെല്ലാം പിടിയൊക്കെ എടുത്താൽ വേണ്ടി അങ്ങനെ ഒരു സംഭവം ഇവർ ചെയ്തിട്ടില്ല. ഇവിടെ ED വന്നു. ED വന്ന് എന്തുമാത്രം പ്രശ്നങ്ങൾ ഇവിടെ നടന്നു. ഇതിനെക്കുറിച്ച് ആരെയൊന്നും ചർച്ച ചെയ്തു. ഇതിന്റെ കാറിനടിച്ച് പിടിച്ച് ഡ്രൈവറെ കണ്ണിനെ അടിച്ച് പിടിച്ചിട്ട് അവരത് പിടിക്കാത്തത് ഒരു ലാത്തി ചർച്ച പോലും ഒരു ചെയ്തിട്ടില്ല. ഒരു പ്രവർത്തനം പോലും പിടിച്ച് പോലീസ് മാറ്റിയിട്ടില്ല. നമ്മളെല്ലാം TV ചാനലിലെ കാണുന്നവരാണല്ലോ. അങ്ങനെ ഒരു അതേപോലെ കൊറോണ സമയത്തിന് ഷുഗർ 10,500 കിറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ട് ജാതിമത ഭേദമില്ല എല്ലാവർക്കും സൂചന കൊടുത്തു. എല്ലാവർക്കും പെട്ടെന്ന് വരാൻ ഒരു ഹോസ്പിറ്റലിൽ കേസ് ഒരു കല്യാണം പോയി പറഞ്ഞാൽ പുള്ളിക്കാരൻ കൊണ്ട് കഴിയുന്ന സമയം എന്ന് പറഞ്ഞാൽ 3 പേരുടെ സ്വർണ്ണം കൊടുക്കാൻ പുള്ളിക്കാരൻ വിട്ടിട്ടില്ല. ഇന്നുവരെ ആരും പറഞ്ഞാലും അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വിട്ടുണ്ട്. ഇത് മനഃപൂർവ്വം സുഗതനെ ഈ കാപ്പയെ കോപ്പയാനൊക്കെ ഇതിലൊന്നും ഒന്നുമില്ല. സുഗതനെ കാപ്പ കേസിലോ ഒരു പെണ്ണ് കേസില്ല. ഒരു പരമശൂര കഞ്ചാവ് കടത്തി കൊണ്ടുവന്ന് അങ്ങനെ ഒരു മൈക്ക് പറഞ്ഞ കേസൊന്നുമില്ല. പിന്നെ ഇവർ കാപ്പ എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. മനഃപൂർവ്വം ഈ ഒരു വ്യക്തിയെ ഇവിടെ നിന്ന് ഇല്ലാതാക്കുക, ഇത് മാത്രമേ അവരെ പ്രതീക്ഷയുള്ളൂ. ആ കെണി നമ്മൾ പെട്ടെന്നാണ് പറയാം. വേറെ ഒന്നല്ല, ഇവിടെ ഈ ദേവിയെ കൊണ്ട് പുറത്ത് എഴുന്നേൽച്ച കടയുടെ ക്ഷേത്രം എന്ന് പറയും. ഈ ദേവിയെ കൊണ്ട് പുറത്ത് എഴുന്നള്ളിച്ചതാണ്. എഴുന്നള്ളിച്ചപ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങളായി. അവിടെ സൂര്യൻ പോണതിന് മുമ്പ് ഇവിടെ സംഭവം നടന്ന് തീർന്നു. സൂര്യൻ അവിടെ ആ സംഭവത്തിൽ എത്തി. കംസല നെല്ലിൽ ഇപ്പം ഞാൻ വിളിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം സൂര്യൻ കൂടി എത്തേണ്ട ഒരാളാണ്. കംസല പുള്ളിക്കാരൻ അവിടെ വന്നു. പുള്ളിക്കാരൻ വന്നതിന് മുമ്പ് ഈ പ്രശ്നം കൂടെ കഴിഞ്ഞു. പുള്ളിക്കാരൻ മനഃപൂർവ്വം 1 പ്രതിയാക്കിയാണ്. ഇത് മുൻ രാഷ്ട്രീയ വിരയങ്ങളാണ്. CPM-ന്റെ മെയിൻ രാഷ്ട്രീയ വിരയങ്ങൾ ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ് ചെയ്യുന്നത്. എല്ലാവരും കാപ്പ കേസാൻ വേണ്ടി പുള്ളിക്കാരൻ അത്ര വലിയ തെറ്റെന്ന് എനിക്ക് തോന്നില്ല. എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമായിരിക്കും, കാര്യങ്ങൾ കാണുമായിരിക്കും. ഇല്ലാതെ പുള്ളിക്കാർ ഇത്രയും വല്ല തെറ്റുവിട്ടൊന്നും പുള്ളിക്കാരൻ അങ്ങനെ ഒരുപാട് തെറ്റുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അല്ല പുള്ളിക്കാരൻ കറക്റ്റായിട്ട് വിളിച്ചു പറഞ്ഞതാണ്. വിളിച്ചു പറഞ്ഞാൽ മാത്രമേ പുള്ളിക്കാരൻ പുറത്ത് കൊണ്ടുവരും. അതുകൊണ്ട് ഇനി എന്ത് വിഷയമായാലും ശരിയാണ് പുള്ളിക്കാരൻ പുറത്ത് കൊണ്ടുവരും. കള്ളത്തിനൊന്നും പുള്ളിക്കാരന് ഒട്ടും ഇഷ്ടമല്ല. ഈ വാർഡിൽ തന്നെ ഇപ്പൊ കൗൺസിലർ ജയിച്ചിട്ട് 4 മാസം തികച്ചായില്ല. അതിന് മുമ്പേ പുള്ളിക്കാരൻ അടുത്ത പ്രാവശ്യം ദിവസങ്ങൾ ഇപ്പോൾ ഇവിടെ ചെയ്തു തുടങ്ങി. അതുകൊണ്ടാണ് തീരെ ഇവർക്ക് ഈ പ്രശ്നങ്ങൾ പറയാൻ കാര്യം. അതുകൊണ്ടാണ് പുള്ളിക്കാരൻ അത്ര നല്ല കാരണം പുറത്ത് ഇവിടെ ചെയ്തു തുടങ്ങി. അതുകൊണ്ട് ഇന്നലെ ഇവിടെ ഭയങ്കര CPM-ന്റെ പ്രകടനം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ ചുരുക്കം ഞാൻ എണ്ണി പറഞ്ഞുതരാം. ഒരു 10-50 കൂടുതൽ ആൾക്കാർ സുഗതനെ പൈസ പറ്റിയവരാണ്. എന്റെ കണ്ണൊക്കെ ഇങ്ങനെ മാനസികമായിട്ട് പറയുമ്പോൾ അത്ര ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയത്. ആരും ഒരു പാവങ്ങളെ വീട്ടിൽ എന്ത് വന്നാലും ഓടി വരെ സഹകരിക്കാൻ ചെയ്യുന്ന വ്യക്തിയാണ്. അത് ഈ ചേട്ടന് ഉൾപ്പെടെ അറിയാം. നമ്മൾ രാഷ്ട്രീയത്തിൽ പറഞ്ഞാൽ അവർക്ക് വേറെ രാഷ്ട്രീയം, നമ്മൾ വേറെ രാഷ്ട്രീയം പറഞ്ഞത് തീർച്ചയായിട്ടും ഇതേപോലെ ഒരു കൺസെപ്റ്റ്. ശരിക്കും പറഞ്ഞ ഇവിടെ 15 വർഷം ഭരിക്കുന്ന MLA-ക്ക് പോലും ഇതുവരെ ഒരു സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഈ 10 വർഷം MLA ജയിച്ചു വന്നത് അവർക്ക് പോലും ഇതുവരെ സഹായം ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിനൊക്കെ അപ്പുറം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ചന്ദ്രകാരുടെ പുറത്തുനിന്ന് കൂടി ചോദിച്ചാൽ വീടില്ലാതെ ഇവിടെ പയ്യൻ വിടുന്നതിന് ആ പയ്യനെ ഒരുപാട് പൈസ സഹായിച്ചു. ഒരുപാട് പേരെ സുഖം സഹായിച്ചു. ഒരുപാട് ഇപ്പം തന്നെ ഞാൻ പുറത്താണെങ്കിൽ ചെന്ന് ഇലക്ഷൻ നിന്ന് വന്നതേ ഉള്ളൂ. ജയിച്ചില്ല, തോറ്റില്ല, വർക്ക് തുടങ്ങിയില്ല. അവർ 3 വണ്ടി നമ്മൾ വോട്ട് ചോദിച്ചിട്ട് വീട്ടിൽ സീറ്റ് പോലും ഇല്ല. അപ്പം അവിടെ നിന്ന് വിളിച്ച് സുഖന്റെ പൈസക്ക് സീറ്റ് കൊണ്ടുവന്ന് ചല്ലി വന്ന് സിമെന്റ് വന്നു അപ്പം ചെയ്തു കൊടുത്തു പുള്ളിക്കാരൻ. അതാണ് പുള്ളിക്കാരൻ. അപ്പൊ കൾച്ചർ റൂൾ ആയില്ല. ഞാൻ കൂടെ ഉള്ള സംഭവമാണ്. അപ്പം ചെയ്തു കൊടുത്തു. അവര് അവിടെ 13ാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊടി പിടിച്ചില്ല. പണ്ടത്തെ ആളാണ്. അവർക്ക് വയസ്സ് ഇപ്പോൾ 65-70 വയസ്സായി. അവർ പറഞ്ഞ കാര്യമാണ് 13ാമത്തെ വയസ്സിൽ CPM-ന്റെ കൊടി പിടിച്ച ഒരാളാണ്. ഈ മഞ്ചാമ്പ്ര എന്ന് പറയും. മഞ്ചാമ്പ്ര തന്നെ നമ്മൾ പോയിരുന്നാണ് പോയിക്കണ്ട. അപ്പോൾ അത് ശരിയെ കൊടുത്തു സൂടെ ജയിച്ചിട്ട് പോലും ഇല്ല സൂടെ. അങ്ങനെ ഒരു മനസ്സുള്ള വ്യക്തിയാണ് ഈ പുള്ളിക്കാരെ തുലയ്ക്കുക. അത് മാത്രമേ ഉള്ളൂ ഇവിടെ ലക്ഷ്യം എന്ന് പറയാൻ രാഷ്ട്രീയ വിരയിക്കുന്നതാണ്. അല്ലെങ്കിൽ വേറെ ഒന്നുമില്ല. സുഗതൻ എന്ന ഒരാളെ തുലയ്ക്കുക. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സൂര്യോട് ജയിക്കുന്നുള്ള കേസ് അവർക്ക് കഷ്ടപ്പെട്ട് അറിയാം. അതുകൊണ്ട് സുഗതൻ തന്നെ തുലയ്ക്കുക. ഈ പാർട്ടിക്ക് അവർ ഇന്നലെ കമ്മിറ്റിക്ക് വിളിച്ച് ഭയങ്കരമായിട്ട് അടുത്ത ഇലക്ഷൻ വോട്ട് ലിസ്റ്റ് എടുത്ത് ഭയങ്കര അതൊക്കെ അങ്ങനെ വോട്ട് ലിസ്റ്റ് എടുത്തിരിക്കുള്ളൂ. അങ്ങനെ ഇവിടെ വരില്ല. അതിൽ എന്തായാലും നമുക്കറിയാം സുഗതൻ തന്നെ ഇവിടെ വരും. അടുത്ത ഒരു 15-20 ദിവസം സുഗതൻ വരും. കാപ്പയൊക്കെ എടുത്ത് കളയും. അതൊക്കെ പോകും. അതിന് ഒരു മാറ്റമില്ല. നാട്ടിന് എന്ത് വന്നിരുന്നാലും ശരി പുള്ളി നല്ല രീതിയിലൊക്കെ ഇറങ്ങി പ്രവർത്തിക്കുകയും ആർക്കും സഹായമൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. ഞാൻ ഒരു രാഷ്ട്രീയക്കാരനുമല്ല. ഞാൻ ഇതിനകത്ത് എനിക്ക് രാഷ്ട്രീയമില്ല. പുള്ളി താഴെ തട്ടിന്ന് കയറി വന്നാലും പുള്ളിയുടെ അധ്വാനം കൊണ്ട് തന്നെ പുള്ളി ഇത്തിരി കാശൊക്കെ ആയതും അല്ല. പക്ഷെ അതിൻ്റെ ഒരു അംശം പാവങ്ങൾക്കും കൊടുക്കും. ഏത് പാവങ്ങൾക്കായിരുന്നാലും ശരി പുള്ളി എന്ത് പറഞ്ഞിരുന്നാലും ഒക്കെ സഹായിക്കും. അങ്ങനെ എനിക്ക് അറിയാം. വേറെ
പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ പുള്ളിക്ക് പിന്നെ ഒരു ചെറിയ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാൽ എന്തിന് അതിന് പ്രതികരിക്കാറങ്ങും. അതാണ് പുള്ളിക്ക് ഇപ്പം പറ്റിയത്. അവരിപ്പം ഇവിടുത്തെ രാഷ്ട്രീയം നോക്കണമെങ്കിലും എല്ലാം വെച്ച് നോക്കണമെങ്കിൽ എത്രയും വർഷത്തിന് ഞാൻ കൊച്ചിലെ മുതൽ ഇവിടെ ഉള്ളതാണ്. അതുപോലെ ഇവിടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അല്ലാതെ ഈ ഇവിടെ പഞ്ചായത്തിൽ വന്നിട്ടില്ല. പക്ഷെ ആദ്യമായിട്ടാണ് സുഗതൻ ഇവിടെ പിടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു വലിയ ഇഷ്യൂ ഉണ്ട്. അത് ഇവർക്ക് ഒട്ടും സഹിക്കില്ല. കോൺഗ്രസ് പിന്നും വലിയ പ്രശ്നമായിട്ടൊന്നും അവരെടുക്കുന്നില്ല. പക്ഷെ ഇവർ ശക്തമായിട്ട് തന്നെ വലിയ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അതെ 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 പുള്ളി എല്ലാ കാര്യത്തിനും അതിനകത്ത് അവിടെ പട്ടിക വികസനത്തിനൊക്കെ മുമ്പേ നിന്നതാണ്. അതുപോലെ മറ്റേ ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ മറ്റേ ഓട്ടോറിക്ഷയിൽ ഫ്രീ ആയിട്ട്, അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയൊക്കെയാണ് കൊണ്ടുവന്ന ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് 2-3 പാവപ്പെട്ട പിള്ളേർ വരെ കല്യാണം കഴിപ്പിക്കും. അങ്ങനെയൊക്കെ ഒരു സാമൂഹ്യ പ്രവർത്തനമുള്ളൊരു പയ്യനാണ്. ഞാൻ പയ്യനെന്നേ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം കാണുന്ന പോലെ ഒക്കെ കാണുകയാണ്. പുള്ളി ഒരു സ്നേഹമുള്ളവരാണ്. പിന്നെ പുള്ളിക്ക് എന്നൊക്കെ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞുകൂടാ. എന്താണ് കാപ്പ് ചുമത്തിയത്, എന്തിനാ അതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിഞ്ഞു. ഇത് വന്നിട്ട് ഞങ്ങൾ ഒരു 15 വർഷം കൊണ്ട് വാഴോട്ട് പോകണം. ഒരു 5 വർഷം, ആദ്യത്തെ 5 വർഷം ഒരു കോൺഗ്രസിൻ്റെ കൗൺസിലറായിരുന്നു. അത് കഴിഞ്ഞ് CPM-ൻ്റെ കൗൺസിലർമാരായിരുന്നു 2 ടൈമും. അപ്പോൾ ഈ കൗൺസിലർമാരെ ഞാൻ ഇവിടെ വന്ന് താമസമായിട്ട് 21 വർഷമായി. ഈ രണ്ടുപേരെയും ഞാൻ എനിക്ക് 2-3 വർഷം കണ്ടു. അപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ 13-ാം തീയതി ഇലക്ഷൻ റിസൾട്ട് വരികയും സോറി ഇവിടെ കൗൺസിലറാവുകയും ചെയ്തു. അപ്പം നമുക്ക് ഒരു പുതിയ അനുഭവമായിരുന്നു. അനുഭവം എന്ന് പറയുമ്പോൾ എല്ലായിടത്തും നിറഞ്ഞിരിക്കുകയായിരുന്നു. ഏത് വിഷയത്തിന് വിളിച്ചാലും ഓടിയെത്തും. അപ്പോൾ തന്നെ ഇവിടെ കാണുന്ന ഈ കടിയക്കോണം ലൈൻ, ഈ കാണുന്ന ഈ റോഡ്, ഇതെല്ലാം ഇപ്പം ടാർ ചെയ്തതാണ്. മറ്റേത് കടിയക്കോണത്ത് നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. നമുക്ക് ബൈക്കിലൊന്ന് പോകാൻ വിചാരിച്ചാൽ ഇതൊക്കെ ആ ടാർ ചെയ്തതാണ്. പിന്നെ അതുപോലെ തന്നെ ശുചീകരണ പ്രവർത്തനം. ഉദാഹരണമായിട്ട് ഈ റോഡിൻ്റെ ശുചീകരണം എന്ന് വെച്ചാൽ ഇവിടെ ശുചീകരണ തൊഴിലാളികൾ കൃത്യമായി ചെയ്യില്ലായിരുന്നു. അപ്പോൾ സുഗതൻ വന്ന ശേഷം റോഡ് നമ്മളെ വീട്ടിൻ്റെ മുറ്റം പോലെയായി. അത്ര ക്ലിയറായിട്ട് പോകുകയാണ്. അപ്പോൾ സുഗതൻ ഇലക്ഷന് മുമ്പേയും സുഗതൻ്റെ പ്രവർത്തനം എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് വട്ടിയൂർക്കാവ് വികസനമായിട്ട് ബന്ധപ്പെട്ട് K മുരളീധരൻ MLA ആയിരുന്നു അന്നും. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് നമ്മുടെ VK പ്രശാന്ത് വന്നു. VK പ്രശാന്ത് വന്നപ്പോഴാണ് ഒരു വ്യത്യാസം വന്നത്. സുഗതന് മുന്നിട്ട് ഏർക്കേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ചില ഹിഡൻ അജണ്ടകളുണ്ട്. ആ ഹിഡൻ അജണ്ട എന്ന് വെച്ചാൽ എക്സാമ്പിളായിട്ട് ഈ പലയിടത്തും അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്തും. ആ അലൈൻമെൻറ്റ് വ്യത്യാസം വരുത്തുമ്പോൾ ആർക്കാണോ ഫേവർ ചെയ്യുന്നത് അവരിൽ നിന്ന് ഹ്യൂജ് എമൗണ്ട് വാങ്ങിക്കും. മനസ്സിലായി? അപ്പം അങ്ങനെ വന്നപ്പോൾ മാത്രമല്ല വികസനം പൂർണ്ണമാവുന്നില്ല. കുറേ വസ്തു എടുത്താൽ മാത്രം വികസനം ആവില്ല. അപ്പോൾ ഇത് പൂർത്തിയാക്കണം എന്ന് സുഗതൻ ആവശ്യപ്പെട്ട അന്ന് മുതൽ സുഗതൻ പ്രശാന്തിൻ്റെ കണ്ണിലെ കരടായി. അപ്പം അതിന് ശേഷമാണ് ഈ പ്രശാന്ത് 2019 ശേഷം ആണ് സുഗതനെതിരെ ഇത്രയും കേസ് വന്നത്. കേസെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സുഗതൻ ആരെ അടിച്ചിട്ടോ അല്ലതുമല്ല. ഇത് ഒരു ഉദാഹരണമായിട്ട് ഇപ്പം ഇത് നമ്മുടെ കൗൺസിലായ ശേഷം പാപ്പാട് ഞാൻ വാർത്തയെ കണ്ടതാണ്. പാപ്പാട് അവിടെ ഒരു വനിതാ സമാജത്തിൻ്റെ കെട്ടിടം, കോർപ്പറേഷൻ കെട്ടിടമാണ്. കോർപ്പറേഷൻ്റെ സ്ഥലത്ത് കെട്ടിടം കെട്ടുമ്പോൾ സുഗതൻ അവിടുത്തെ അധ്യക്ഷനാവണം. പക്ഷേ സുഗതൻ എന്ത് ചെയ്തിട്ടില്ല, അറിയിക്കുകയും ചെയ്താതെ അവിടുത്തെ MLA ഓഫീസിൽ ഏതൊരു ക്ലർക്കെന്തോ അവിടുത്തെ PA എന്തോ ഒരു ദിവസം വിളിച്ചു ചോദിച്ചു, അതുകൊണ്ട് ഒരു പരിപാടിയുണ്ട്, ഇത് മാത്രമേ അറിയിക്കുള്ളൂ. അങ്ങനെയല്ല അറിയിക്കണം. കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും സുഗതൻ എതിർക്കും. അവിടെ അപ്പോൾ സുഗതന് പാടില്ല. അപ്പോൾ അവിടെ എതിർത്തപ്പോൾ എന്ത് ചെയ്തു, സുഗതൻ്റെ പേരിൽ മാത്രം കേസ്. അവിടെ എല്ലാ ജനങ്ങളും ചെന്നിരുന്നു. പാർട്ടിക്കാരുണ്ടായിരുന്നു, അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻകാരുണ്ടായിരുന്നു, അതുപോലെ തന്നെ അഭ്യൂത കണക്ഷനുണ്ടായിരുന്നു. പക്ഷേ അവരൊന്നും ഉൾപ്പെടുത്താതെ സുഗതൻ്റെ പേരിൽ മാത്രം കേസിട്ട് എന്തിനായിരിക്കാം അവരുടെ ഉദ്ദേശം? സുഗതൻ്റെ പേരിൽ കുറേ കേസിട്ട് 6-7 കേസാകുമ്പോൾ കാപ്പയിടാം. അതിനുശേഷം ഈ വെള്ളയക്കടവ് അത് ഞാൻ കേട്ടതാണ്. അവിടെ ഒരു ഉത്സവം, ഇറക്കി പൂജ ഉത്സവ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടായി. പ്രശ്നം എന്ന് വെച്ചാൽ കുറേ എണ്ണം ഇത് ഗുണ്ടകളാണ്,
മറ്റേ മയക്കുമരുന്നിന് അടിമകളാണ്. അവരവിടെ എത്തി ഭയങ്കര ബഹളം. അപ്പം ഇങ്ങനെ ഞാൻ രാത്രി സുഖനെ എന്തോ കാര്യത്തിൽ വിളിച്ചവൻ പറഞ്ഞു വെള്ളേക്കടവ് പോകണില്ല. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടിരിക്കണം, എന്തോ പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു മണിയായപ്പോഴാണ് ഞാൻ അറിയുന്നത് അവിടെ സുഖം അവിടെ ചെന്നു. എന്നുവെച്ചാൽ അവിടുത്തെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ചെല്ലാൻ വിളിച്ചു. അവരെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ ആ നടത്തുന്ന അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ ചെന്നു. അപ്പം ഒരു കൗൺസിലർ ആകുമ്പോൾ നാട്ടിലുണ്ടാകുന്ന ഏത് പ്രശ്നത്തിലും ഇപ്പം ഞാൻ വിളിച്ചാൽ വരും. അപ്പം അതുപോലെ അവിടെ ചെന്ന് സംസാരിച്ചു. അങ്ങനെ അവിടുത്തെ അവരെ അവിടെ നിന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഒരു തർക്കവും ബഹളം ഉണ്ടായുള്ളൂ. അതിലെന്തോ ഒരു ചെറിയ പോറലെന്തോ പറ്റി ഒരു തുള്ളി രക്തം ഇങ്ങനെ ഒലിക്കുന്ന അതിനെയാണ് അവസാനം സുഗതൻ തൊട്ടിട്ടില്ല, കഴിഞ്ഞാണ് സുഗതൻ തലക്കടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 307 ഇട്ടുകൊണ്ട് മനസ്സിലായി മനഃപൂർവ്വമുള്ള അതുകൊണ്ട് കേസിട്ടു. നിരഹത്യ കേസിട്ടു. അങ്ങനെയാണ് അത് വീണ്ടും കേസിട്ടു. ഈ കേസുകളെല്ലാം ഇങ്ങനെ തുടർച്ചയായിട്ട്. അപ്പോൾ ഇങ്ങനെ അതിനുശേഷം ഇലക്ഷൻ്റെ ഇപ്പോഴത്തെ ഇലക്ഷൻ ഉണ്ടല്ലോ, ഈ ഇലക്ഷൻ്റെ അന്ന് ഒരു കൗൺസിലർ ആകുമ്പോൾ നമുക്ക് ബൂത്തുകളിൽ നിൽക്കാം. മൂന്നാമൂട് മഞ്ചമ്പാറ LP സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള അവിടെ നിൽക്കുകയായിരുന്നു സുഹൃത്തെ. ഉടനെ മനഃപൂർവ്വം ഈ മനു എന്നൊരു പോലീസുകാരന് ഇപ്പോഴത്തെ SI വിപിനും അവിടെ ചെല്ലുകയും അവിടെ നിന്ന് പോകണം അത് പറഞ്ഞു. ഞാൻ കൗൺസിലറാണ്, അവിടുത്തെ ഡ്യൂട്ടിക്ക് വന്ന ആളുകൾക്ക് വെള്ളം കിട്ടുന്നില്ല എന്ന് അറിഞ്ഞതുകൊണ്ട് വെള്ളം ഏർപ്പാട് ചെയ്യാൻ വന്നതാണ്. അപ്പം ഞാൻ ഈ ബൂത്തിൻ്റെ ചുമതലയായിരുന്നു. ഇവിടുത്തെ ഈ വാട്ടൂണ കമ്മ്യൂണിറ്റി ഹാളിലെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്കെല്ലാം ഫുഡ് കൊടുത്ത ഞങ്ങൾ എല്ലായിടത്തും വരുത്തി കൊടുക്കേണ്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു സഹായത്തിന് പോയത് അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അപ്പം അങ്ങനെ മനഃപൂർവ്വമായി പ്രശ്നം ഉണ്ടാക്കി സുഖനെ കൊടുക്കുക എന്നുള്ളത് ഈ VK പ്രശാന്തിൻ്റെ ഉദ്ദേശമാണ്. ആ VK പ്രശാന്ത് ഉദ്ദേശം നടപ്പിലാക്കുന്നവരാണ്. അതിനുവേണ്ടിയാണ് വിപിൻ എന്ന ഈ സർക്കിളിനെയും പിന്നെ SI ഇവിടെ കൊണ്ടുവന്നു. ഇതിൻ്റെ പേരെന്താണ് അതല്ലേ പറഞ്ഞു SI ഇവിടെ കൊണ്ടുവന്നു. അതിനുശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളിവിടെ ഉണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം എന്ന് വെച്ചാൽ ഈ കാപ്പ എന്ന ഈ കെട്ടിച്ചമച്ച കാപ്പയെ എത്രയും പെട്ടെന്ന് മാറ്റി ഞങ്ങളെ സുഖനെ തിരിച്ചു തരണം. ഞങ്ങളെ വാർഡിലെ കൗൺസിൽ തിരിച്ചു തരണം. കാരണം ഇനി ആളുകൾക്ക് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇനിയാണ് വാർഡ് സഭ കൂടി നമ്മുടെ കോർപ്പറേഷൻ്റെ ഫണ്ടിൽ നിന്ന് പലതരം സഹായങ്ങൾ ആളുകൾ കൊടുക്കേണ്ടത് ഈ 30-ാം തീയതിക്കാൻ കൊടുക്കണം, അല്ല 23-ാം തീയതിക്കാൻ കൊടുക്കണം. അപ്പോൾ അതിന് നമുക്കൊരു കൗൺസിലർ വേണം, അല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു കൗൺസിലർക്ക് ചാർജ് കൊടുത്തുകൊണ്ടല്ല. അപ്പോൾ അതിന് ശക്തമായി ഇവിടുത്തെ പൊതുജനങ്ങൾ, അതായത് പല നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാഗങ്ങളിലെല്ലാം ഞങ്ങളെയൊക്കെ വിളിക്കുകയാണ് എങ്ങനെയെങ്കിലും പുറത്തിറക്കണം. കാരണം അവർക്കറിയാം ഇനിയൊരു വേറൊരു കൗൺസിൽ വന്നാൽ ഇതുപോലെ പ്രവർത്തിക്കില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ട് ഞങ്ങളുടെ ആവശ്യം ഇതാണ്, എങ്ങനെയും എന്ത് ചെയ്തും ഈ കാപ്പ കേസ് മാറ്റുക മാത്രമല്ല ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച VK പ്രശാന്തിനെ തുറന്നു കാണിക്കണം. ഇനി ഈ വട്ടിയൂർക്കാവ് എന്ന മണ്ഡലത്തിന് VK പ്രശാന്ത് വേണ്ട. കാരണം അയാൾക്ക് കാപട്യം നിറഞ്ഞ ഒരു പൊതുപ്രവർത്തകനാണ്. ഇവിടെ തിരുവനന്തപുരം നോർത്തായിരുന്നു, അത് കഴിഞ്ഞ് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് മണ്ഡലമായി എത്രയോ MLA വന്നു, വിവിധ രാഷ്ട്രീയ പാർട്ടി, കോൺഗ്രസിൻ്റെ വന്നു, മാർക്സിസ്റ്റുകാർ വന്നു, ഒക്കെ വന്നു. പക്ഷെ അവരൊന്നും കാപട്യം നിറഞ്ഞ ഒരു നേതാവല്ലായിരുന്നു. പക്ഷേ VK പ്രശാന്ത് കൃത്യമായി എനിക്ക് പറയാൻ പറ്റും. ഞാനൊരു അധ്യാപകനായിരുന്നു, അയാളെ ഞാൻ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മനസ്സിലായില്ലേ? പല MLA-മാരായിട്ട് എനിക്ക് ബന്ധമുണ്ട്. ഞാൻ പ്രവർത്തിച്ച മേഖലയിൽ പല സ്ഥലങ്ങളിലെ MLA, പക്ഷെ അവരൊന്നും കാപട്യം നിറഞ്ഞല്ല. ഇതുപോലെ കാപട്യം നിറഞ്ഞ ഈ MLA-യുടെ ചതിക്കുഴിയിൽ ഞങ്ങളെ സുഗതനെ വീഴ്ത്തിയിരിക്കുകയാണ്. എന്തായാലും അത് അനുവദിക്കാൻ പറ്റില്ല. അത് ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങളെ ഇവിടുത്തെ വാർഡിലെ മൊത്തം ജനങ്ങൾ ഇനി ഒന്നിച്ച് നിന്നുകൊണ്ട് ഇതിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. സുഗതൻ ചേട്ടൻ എങ്ങനെയായിരുന്നു ഇപ്പൊ ഇങ്ങനൊരു കള്ളക്കേസൊക്കെ കുടുക്കി ആണല്ലോ വിയ്യൂർ ജയിലിലേക്ക് വിട്ടേക്കുന്നത്? അപ്പം അദ്ദേഹത്തെ കുറിച്ചൊന്ന് പറയാം. നമ്മുടെ വാർഡ് കൗൺസിലറാണ് ശ്രീ സുഗതൻ. അദ്ദേഹം ഇതുവരെ നമ്മളുടെ ഓരോ പ്രശ്നങ്ങളും വഴോട്ടോണ നിവാസികളെ ആരും എടുത്ത് ചോദിച്ചാലും ഇതേ ഉത്തരം തന്നെ കിട്ടും. നമ്മളെ ഏതൊരു ആവശ്യത്തിനും ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും ഓടിയെത്തുന്ന ഒരു കൗൺസിലർ. കാരണം ഇത് പറയാൻ കാരണം കൗൺസിലറിന് ഇത്രമാത്രം ഒരു അധികാരമുണ്ട് എന്ന് നമ്മൾ അറിയുന്നത്, നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ അറിയുന്നത് ഇദ്ദേഹം വന്നതിന് ശേഷമാണ്. ഇത്രയേറെ പ്രോബ്ലംസ് ഒരു കൗൺസിലറിന്റെ പരിധിയിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിയുന്നത് ശ്രീ സുഗതൻ വന്നതിന് ശേഷമാണ്.
അതൊരു ഗ്രൂപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, വികസിത് വാഴോട്ട് പോകണം. അപ്പോൾ ഓരോ കാര്യങ്ങളും എല്ലാവരുടെ ഓരോ പ്രശ്നങ്ങളും അതിൽ വളരെ അധികം ഗൗരവത്തോടെ ഡിസ്കസ് ചെയ്യും. അതിൽ ഒരു രാഷ്ട്രീയവും ഇല്ല, ഒരു മതവും ഇല്ല, ഒന്നുമില്ല. ആരുടെ പ്രശ്നമായാലും അദ്ദേഹത്തിന്റെ ഒട്ടനെ ഉള്ള നടപടി. അവരുടെ ഒരു ടീമുണ്ട്. ഉദയകുമാർ സാറൊക്കെ അതിന്റെ ഉദയകുമാർ സാറ്, മനോജ് സാറ്, ഇവരെല്ലാം ഒരു ടീമായിട്ട് അത് പെട്ടെന്ന് നികത്തപ്പെടും. അപ്പം നമ്മൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. നമ്മൾ തിരഞ്ഞെടുത്ത നമുക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളെ മേയർ എങ്ങനെയാണോ കാഴ്ച വയ്ക്കുന്നത്, മേയർ നമുക്ക് സർവ്വസ്വീകാര്യനാണ്. അതേപോലെ തന്നെയാണ് നമുക്ക് ശ്രീ സുഗതൻ. എന്നിരിക്കെയാണ് ഇത് ഞെട്ടിപ്പിക്കുന്നത്. 9-ാം തീയതി 10-ാം തീയതി ഈ ന്യൂസ് വരുമ്പോൾ ശരിക്കും നമ്മുടെ എനിക്ക് ബന്ധുക്കളെയൊക്കെ ഫോൺ കോൾ വരും, നിങ്ങളുടെ വാർഡ് കൗൺസിലർ. കാരണം നമ്മൾ എപ്പോഴും കൗൺസിലർ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്, പുരോഗതി ഉണ്ട് എന്ന് പറയുന്ന അതേ കൗൺസിലറിനെ കുറിച്ച് ഇങ്ങനെ നമ്മൾക്ക് കേൾക്കേണ്ടി വരുന്ന, അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരുന്നത് വളരെ വിഷമമായിട്ടാണ് തോന്നിയത്. അപ്പോൾ റീൽസ് വരുന്നു, ന്യൂസ് വരുന്നു, അവരുടെ കൗൺസിലറിന്റെ ഭാര്യയെ കയറി അറ്റാക്ക് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ പരിഷ്കൃതമായി, നമ്മൾ വെള്ളരിക്ക പട്ടണമല്ലോ, നമ്മൾ അരിയാഹാരം കഴിച്ച് കിടക്കുന്ന മനുഷ്യരാണ്. എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ഇപ്പം പൊളിറ്റിക്കൽ ട്രാപ്പാണ് ഇതിപ്പം എല്ലാ പേരുടെ. ഇപ്പം കാപ്പ കേസ് അദ്ദേഹത്തിന്റെ പേരിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഒരു നമ്മുടെ ഡെമോക്രാറ്റിക് കൺട്രിയിൽ ഒരു നോമിനേറ്റഡ് കാൻഡിഡേറ്റ് ആവില്ല. അതെല്ലാം ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്തിട്ട് തന്നെയാണ് അദ്ദേഹം ഒരു കാൻഡിഡേറ്റ് ആണോ എന്നുള്ള സാങ്ഷൻ കിട്ടിയത്. അപ്പം 4 മാസം കൊണ്ട് അയാളൊരു ക്രിമിനലായോ? നമുക്കറിയാമല്ലോ, 4 മാസത്തിനകം അയാൾ ക്രിമിനലായിട്ട്. പിന്നെ ഇവർ പറയുന്ന ഒരു വെള്ളൈക്കടവ് കേസാണെങ്കിൽ അത് ക്ഷേത്രത്തിൽ കയറി, നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ക്ഷേത്രത്തിൽ കയറി ബഹളം ഉണ്ടാക്കിയെങ്കിൽ അതാണ് തെറ്റ്. അവരെയാണ് ഉള്ളിലാക്കേണ്ടതും. അത് പറയുന്നില്ലല്ലോ, ആ പേര് പറയുന്നില്ല, പ്രൊട്ടക്റ്റഡ് ആണ്, ഒന്നും പറയുന്നില്ല. ഊച്ചാളി തന്നെ അമ്പലത്തിലെ വിശ്വാസികളുടെ മുന്നിൽ അതൊരു ആരാധനാലയത്തിൽ വന്ന് കാണിക്കുകയാണെങ്കിൽ അവിടെയാണ് അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതായിരുന്നു. അത് ചെയ്യപ്പെട്ടില്ല. മറിച്ച് ഇത് ആരും വിളിച്ചു പറഞ്ഞു, പുള്ളി റെപ്രസെന്റേറ്റീവ്, ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആയതുകൊണ്ട് വന്നേ പറ്റൂ, വന്നു. അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ചിലപ്പോൾ വാക്തർക്കങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അതിനെ ചൊല്ലി വലിയൊരു കേസാക്കുകയും അത് ഇങ്ങനെ ഒരു വല്ലാത്ത രീതിയിൽ വളരെ രീതി, അത് പാരഫ്രേസിംഗ് എന്ന് പറയും. അവർക്ക് ഇഷ്ടം പോലുള്ള, ഇപ്പോൾ എന്നെ ഒരു വ്യക്തിക്ക് ഇഷ്ടം അല്ലെങ്കിൽ എന്നെ കുറിച്ച് എന്തും പറയാമെന്നുള്ള ഒരു നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സ്ത്രീ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ പറ്റൂല. അദ്ദേഹത്തിന്റെ നിഴലു പോലെ ഒരു ഭാര്യയുണ്ട്, അശ്വതി. അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അവർക്ക് തൊട്ട് കളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വിഷയം എടുത്തിട്ടു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പിന്നെ കുടുംബത്തില് ഞാനൊരു ടീച്ചറാണ്. ആ 2 കുഞ്ഞുങ്ങൾ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന, അതായത് അർദ്ധരാത്രി അച്ഛനെ ഇങ്ങനെ മൃഗീയമായി ഒരു ദേശദ്രോഹം ചെയ്ത ഒരാളെ കൊണ്ടുപോകുന്നത് പോലെ കൊണ്ടുപോയത്. ആ ഇളയ കുഞ്ഞിന് ഒരു 7 വയസ്സ് വരും, ഞാൻ കണ്ടിട്ടുണ്ട് 1-2 പ്രാവശ്യം. 7 വയസ്സ് വരുന്ന ഒരു കുഞ്ഞ്, ഫോർമേറ്റീവ് ഇയേഴ്സ് ആണ്. അവന്റെ മനസ്സിൽ പതിഞ്ഞ ചിത്രം, അവനും ഉണ്ടാകുന്ന ട്രോമ, ഇതിനൊക്കെ ഉത്തരം പറയും. ഇതൊന്നും രാഷ്ട്രീയത്തിൽ ഇടപെടേണ്ടല്ല. അവരെ താലിമാല പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇതിനൊന്നും നമുക്ക് പരിഹാരം പോലും ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇത്രയും വൃത്തികെട്ട, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഫോഴ്സാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിൽ പോലീസ് ഫോഴ്സിൽ എനിക്ക് പട്ടാളക്കാരായ മാമന്മാരുണ്ട്, പോലീസിലുള്ള മാമന്മാരുണ്ട്. എന്നാലും 1-2 വ്യക്തികളുടെ സ്വാർത്ഥ താല്പര്യത്തിൽ നമ്മുടെ കൗൺസിലറിനെ കുടിക്കുന്നതിൽ വളരെ നമുക്കെല്ലാം അമർഷമാണ്. കാരണം അദ്ദേഹത്തിന്റെ കീഴിൽ ചെയ്യേണ്ട ഒരു പ്രവർത്തനങ്ങളും ഇപ്പം മുടങ്ങിക്കിടക്കുകയാണ്. ഇവർ മാക്സിമം ഓടി നടന്ന് ചെയ്യുന്നുണ്ടെങ്കിലും കൗൺസിലർ ഒപ്പിടേണ്ട കാര്യങ്ങളും ഒക്കെ വന്നിട്ട് നമ്മൾ കൗൺസിലർ ഇല്ല. 101 കൗൺസിലേഴ്സ് ഉള്ള ബാക്കിയെല്ലാം പുരോഗമനത്തിലോട്ട് പോവാണ്. നമ്മളെ കൗൺസിലർ ഇല്ലാത്ത അഭാവത്തിൽ നമ്മളിവിടെ ബുദ്ധിമുട്ടാണ്. അതെന്തോ കാരണം അദ്ദേഹത്തിന് സുഖമില്ലായിരുന്നെങ്കിൽ ശരി. ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട വൾഗർ കേസിൽ അദ്ദേഹത്തിന് പിടിച്ചോണ്ട് പോയ രീതിയും നമുക്ക് ലജ്ജ തോന്നുന്ന രീതിയിലാണത് ഹാൻഡിൽ ചെയ്തത്. എല്ലാത്തിനും അതിൻ്റെതായ രീതിയുണ്ട്, നിയമമുണ്ട്, വ്യവസ്ഥയുണ്ട്. ആ രീതിയിലല്ല പോയത് എന്നുള്ളത് നമുക്കത് വളരെ മൃഗീയമായിട്ടും ഒട്ടും അൺപാർഡനബിൾ ആയിട്ടുള്ള ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. വൈരാഗ്യമൊക്കെ പൊളിറ്റിക്കൽ ട്രാപ്പാണ്, അല്ലെങ്കിൽ പകപോക്കലൊക്കെ മറ്റൊരു വിധത്തിലാവാൻ പറ്റും. ഭാര്യയെയും കുഞ്ഞുങ്ങളെയും കൈവച്ചതിൽ ഒരു മാപ്പ് അർഹിക്കുന്നില്ല. അതൊന്നും നടപ്പാവുന്ന, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അതൊന്നും നടക്കുന്ന കാര്യമല്ല. അത് വളരെ തെറ്റാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ സുഗതന് വേണ്ടി ജസ്റ്റിസ് വേണം എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഒരു 45 വർഷത്തെ CPM-ന്റെ ഭരണത്തിന് ശേഷം BJP നഗരസഭ പിടിച്ചു. അപ്പോൾ ആ ഭരണത്തിന് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ വേണ്ടിയുള്ള ഒരു സുഗതനെ കരുവാക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. സുഗതന്റെ പേരിലുള്ള കേസുകളും ഒക്കെ പറ്റി ജനങ്ങൾക്കറിയാം. പക്ഷേ ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ സുഗതന് ഇലക്ഷൻ സമയത്ത് ഉണ്ടായിരുന്നതിനെക്കാട്ടിയും ജനസമ്മതി ജയിച്ച കൗൺസിലറിന് ശേഷം വാർഡുണ്ടായി. ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം, അഴിമതിയില്ലാത്ത വളരെ ധൈര്യമായിട്ടുള്ള പ്രവർത്തനം വാർഡുകൾ നടത്തുന്നതിൽ ബാക്കിയുള്ള പാർട്ടിക്കാർക്ക് കോൺഗ്രസിനും CPM-നും എന്തായാലും അവർക്കൊരു നല്ലൊരു പണി കിട്ടുമെന്നുള്ളത് മനസ്സിലായപ്പോഴത്തേക്ക് അവർ ഈ കേസ് മുടുക്കി കാപ്പയിൽ ഉൾപ്പെടുത്തി
സുഖന അകത്തായി കഴിഞ്ഞാൽ നഗരസഭാ ഭരണം നഷ്ടപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത് നോക്കുന്നതാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ കാരണം. അല്ല കേസ് കാര്യങ്ങളൊക്കെ വേണ്ടാത്ത കാര്യങ്ങളാണ്. നഗരസഭാ ഭരണങ്ങളിലും അട്ടിമറിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം. 2 LDF-ന്റെ UDF-ന്റെ പ്രധാന ലക്ഷ്യം. പക്ഷെ അത് നടക്കില്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. BJP സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഇപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞു. രാഷ്ട്രീയമായിട്ടും നിയമപരമായിട്ടും നേരിടുന്നുള്ള പുള്ളി പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ ബാക്കി ജനങ്ങളുടെ കയ്യിലും പാർട്ടിയുടെ കയ്യിലുമാണ്. അതിൻ്റെ നല്ല രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വാഴട്ടുകോണത്തെ ജനങ്ങൾക്ക് ഒരേ സ്വരത്തിൽ പറയാനുള്ളത് അദ്ദേഹത്തെ പോലൊരു നല്ല മനുഷ്യൻ ഇല്ലെന്നാണ്. അദ്ദേഹം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു, സാമൂഹികപരമായിട്ടും എല്ലാ കാര്യങ്ങളിലും ഇടപെടുമായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഇവിടുത്തെ ഈ വാർഡിലെ വികസന പദ്ധതികളെല്ലാം തന്നെ മുടക്കം വന്നിരിക്കുകയാണ്. CPM മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്താനൊക്കെ ഉദ്ദേശിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും സുഗതൻ ചേട്ടൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ പേരിൽ ഇപ്പോൾ ചുമത്തിയിരിക്കുന്ന കാപ്പ കേസ് രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മാത്രമുള്ളതാണ്. എന്തായാലും അദ്ദേഹത്തിന് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.